ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മുടെ NTPC QA സീരീസിലെ 5ാമത്തെ പാർട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ എക്സാം സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് കണ്ടിട്ടുണ്ടാവും. വളരെ സിമ്പിളാണ്, മാത്സ് റീസണിങ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു മാർക്ക് നമുക്ക് പോകാൻ പാടില്ല. വെറുതെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് സമയം കളയാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് എങ്ങനെ പെട്ടെന്ന് ചെയ്യാന്നുള്ളത് മാത്രം നോക്കുക. ഓക്കെ, അല്ലാതെ വെറുതെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസിൻ്റെ പിന്നാലെ പോയിട്ട് ഈ ഒരു സമയത്ത് സമയം കളയരുത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പ്, പ്രോബ്ലംസ് ഓൺ ഏജസ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ടോപ്പിക്കാണ്. ഇതും റേഷ്യോ പ്രൊപ്പോർഷനിൽ വരുന്ന ടോപ്പിക്കാണ്. സബ് ടോപ്പിക്സ് ആയിട്ട് ചില പേപ്പേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിലൊരു ബേസ് ആയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്? ജലാൽ, അമിത് ആൻഡ് ഫിറോസ് എൻ്റർ ഇൻടു എ പാർട്ണർഷിപ്പ്. എന്താണ്? ജലാൽ ഇൻവെസ്റ്റ് 4 times as much as അമിത് ആൻഡ് അമിത് ഇൻവെസ്റ്റ് 3/4 of what ഫിറോസ് ഇൻവെസ്റ്റ്. അപ്പോൾ നമുക്കറിയാം പാർട്ണർഷിപ്പിൽ നമ്മൾ പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്? പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തത് അതേ ഇൻറ്റു ഈ റേഷ്യോയിലാണ് എന്ത് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് മാത്രമേ പറയുന്നുള്ളൂ? ഇവിടെ ടൈമിൻ്റെ കാര്യം പറയുന്നില്ല. ഇത്ര ഇൻവെസ്റ്റ് ചെയ്തത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ടൈം ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ എത്രയാണോ ആ റേഷ്യോയിൽ തന്നെ ആയിരിക്കും എന്ത് പ്രോഫിറ്റും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ എത്രയാണെന്ന് നോക്കാം. എത്രയാണ്? ജലാൽ, അമിത്, ഫിറോസ്. ആദ്യം എന്താ പറയുന്നത്? ജലാൽ ഇൻവെസ്റ്റ് 4 times as much as അമിത്. അപ്പം അമിത് 1 യൂണിറ്റ് ആണെങ്കിൽ ജലാൽ എത്രയാണ്? 4 യൂണിറ്റ്. 4 times എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തതോ അമിത് ഇൻവെസ്റ്റ് 3/4 of what ഫിറോസ് ഇൻവെസ്റ്റ്. ഫിറോസ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ 3/4 ആണ് ആര് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അമിത്. അപ്പോൾ ഇതാണ് രണ്ടുപേരുടെ നമ്മൾ റേഷ്യോ. ഇത് കമ്പൈൻ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ അമിത്താണ് രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. അവിടെ രണ്ടാമത്തേതിൽ അമിത്തിന് 3 ആണ്, ഫസ്റ്റത്തേൽ 1 ആണ്. ഫസ്റ്റത്തേന് 3 ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യണം? ജലാലിൻ്റെത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ റേഷ്യോ എന്ത് കിട്ടും? ടോട്ടൽ ജലാൽ 4 × 3 എന്ന് പറഞ്ഞാൽ 12 കിട്ടും. അമിത് 1 × 3 എന്ന് പറഞ്ഞാൽ 3 കിട്ടും. ഫിറോസ് 4 കിട്ടും. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്രയാണ്? 12, 3, 4 എത്ര കിട്ടും? 19. ഈ 19 യൂണിറ്റ് ആണെന്ത് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 19,000. എത്രയാണ്? എന്ത് ചെയ്താൽ മതി? ഒന്നും ചെയ്യേണ്ട, യൂണിറ്റിൻ്റെ കൂടെ ഒരു 3 0 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് എന്താ കണ്ടത്? ജലാലിൻ്റെ പ്രോഫിറ്റ് ആണ് കണ്ടത്. അപ്പോൾ ജലാലിൻ്റെ എത്രയാണ്? 12 യൂണിറ്റ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 12 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 12ൻ്റെ കൂടെ ഒരു 3 0 ആഡ് ചെയ്ത് കൊടുക്കാം. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ വരുന്നത്. അപ്പോൾ എന്ത് പാർട്ട്ണർഷിപ്പിൽ എന്ത് കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ടൈം. ഈ ഒരു കൺസെപ്റ്റ് മാത്രം ഓർത്ത് വെക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ, എൻ ഇൻവെസ്റ്റഡ് 20,000 ഇൻ എ ബിസിനസ്. 20,000 ഇൻ എ ബിസിനസ്. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? 6 മാസം കഴിഞ്ഞപ്പോൾ ആര് വന്നു? സി വന്നു. എത്രയാണ്? 10,000 ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അവർക്ക് 10,000 പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ എന്നിൻ്റെ പ്രോഫിറ്റ് എത്രയാണെന്നാ ചോദ്യം. അപ്പോൾ ആരൊക്കെയാണ് ഉള്ളത്? എന്നും ഉണ്ട്, സിയും ഉണ്ട്. അപ്പോൾ എൻ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്? 20,000. ഓക്കെ, എത്ര വർഷത്തേക്ക്? സോറി, 1 വർഷം, അതായത് 12 മാസം. 6 മാസം കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? സി. ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? 10,000. എത്രയാ? 6 മാസത്തേക്ക്. അപ്പോൾ ഈ റേഷ്യോയിലായിരിക്കും പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു 4 0 ഉണ്ട്, അത് കട്ട് ചെയ്ത് കളയാം. ഇവിടെ 4 0 ഉണ്ട്, അതും കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്താണ്? ഈ 12 6ഉം കട്ട് ചെയ്ത് കളഞ്ഞാൽ എന്ത് കിട്ടും? 2:1 കിട്ടും. ബാക്കി എന്താ റേഷ്യോ? ഇവിടെ 2 × 2 ഉണ്ടാവും എന്നിന്, അപ്പുറത്ത് എന്താ 1 ഉണ്ടാവും. അതായത് ടോട്ടൽ 4:1 റേഷ്യോയിലാണെന്ത് അവരുടെ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 4ഉം 1 എന്ന് പറഞ്ഞാൽ 5. ഈ 5 യൂണിറ്റ് ആണെന്ത് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള 10,000 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇൻറ്റു 2 ചെയ്യുക, പിന്നെ ഒരു 3 0 കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? എന്നിൻ്റെ ഷെയർ ആണ് വേണ്ടത്. അപ്പോൾ എന്നിൻ്റെ ഷെയർ ആണ് എന്ത് ചെയ്യുന്നത്? ഈ 4 യൂണിറ്റ്, അതിനെ ഇൻറ്റു 2 8 കിട്ടും, പിന്നെ ഒരു 3 0 കൊടുക്കുക. എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ സിൻ്റെ ഷെയർ എത്രയാണ്? 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഒരു 3 0 കൊടുക്കുക. എത്രയാണ്? 2,000. ഓപ്ഷൻ എയും ബിയും 2,000 കൊടുത്തിട്ടുള്ള പോലെ നമുക്ക് നമ്മുടെ എന്ത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ? ഡി ആണ് നമ്മുടെ ആൻസർ. നമ്മൾ എന്നിൻ്റെ പ്രോഫിറ്റ് മാത്രമേ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് ഡി ആണ് ആൻസർ. എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? സുനിലും ഗോപാലുമാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് സുനിൽ, ഗോപാൽ. സുനിൽ എത്രയാണ്? 20,000 ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് 9 മാസത്തേക്ക്. ഗോപാലോ 30,000 ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് 12 മാസത്തേക്ക്. അപ്പോൾ ഡയറക്റ്റ് മൾട്ടിപ്പിൾ ചെയ്താൽ മതി, നമുക്ക് പ്രോഫിറ്റിന്റെ റേഷ്യോ കിട്ടും.
അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വെറുതെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ 20,000-ൻ്റെയും 4 സീറോ, ഈ 30,000-ൻ്റെയും 4 സീറോ എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് രണ്ടും കട്ട് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, സുനിൽ 20,000-ൻ്റെ 2 കൊടുത്താൽ മതി. മന്ത് എത്രയാണ്, 9. ഗോപാലോ 30,000-ന് 3 കൊടുക്കുക, മന്തോ 12. എത്ര വരും റേഷ്യോ, 2 × 9 എന്ന് പറഞ്ഞാൽ 18 ആണ്, 3 × 12 എന്ന് പറഞ്ഞാൽ 36 ആണ്. അപ്പോൾ 18:36 എന്ന് പറഞ്ഞാൽ 1:2 ആണെന്ത് പ്രോഫിറ്റിൻ്റെ റേഷ്യോ. അപ്പോൾ ടോട്ടൽ എന്താണ്, 1ഉം 2 എന്ന് പറഞ്ഞാൽ 3. ഈ 3 യൂണിറ്റ് ആണെന്ത് 60,000 എന്ന് പറയുന്നത്. അതായത് × 2, 3 × 2 ആണെന്ത് 6, പിന്നെ ഒരു 4 സീറോ. നമുക്ക് എന്താ വേണ്ടത്, ഫൈൻഡ് ദ ഷെയർ ഓഫ് സുനിൽ. സുനിലിൻ്റെ ഷെയർ ആണ് വേണ്ടത്. സുനിലിൻ്റെ ഷെയർ എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ്. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ ആദ്യം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ എത്ര 4 സീറോ. അപ്പോൾ എത്ര കിട്ടും, 20,000. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ ഗോപാലിന് എത്ര കിട്ടും, 2 കൊണ്ട് മൾട്ടിപ്ലൈ 4 കിട്ടും, പിന്നെ ഒരു 4 സീറോ, 40,000. അപ്പോൾ 20,000 40,000 ഈ റേഷ്യോയിലാണ് എന്ത് അവരുടെ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് പാർട്ട്ണർഷിപ്പിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് നിർത്തും. ഇവിടെ എന്താണ്, മോഹൻ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു നോക്കുക. മോഹൻ 1,00,000 ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ ആര് വന്നു, സോഹൻ വന്നു. സോഹൻ 40,000 ഇൻവെസ്റ്റ് ചെയ്തത്. അങ്ങനെ എന്ത് ചെയ്തു, ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അവരുടെ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:1 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര മാസം കഴിഞ്ഞിട്ടാണ് സോഹൻ ബിസിനസ്സിൽ ജോയിൻ ചെയ്തത് എന്നാണ് ചോദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്, പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തത് അതേ ഇൻറ്റു ടൈം. ഈ റേഷ്യോയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ അറിയാം, നമുക്ക് മോഹൻ്റെയും സോഹൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റ് അറിയാം, പ്രോഫിറ്റും അറിയാം. അതിന് എന്ത് ചെയ്യാം, ടൈം കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ആ റേഷ്യോസ് ഒക്കെ ഒന്ന് എടുത്ത് എഴുതാം. ആരൊക്കെയാണ്, മോഹനുണ്ട്, സോഹനുണ്ട്. ആദ്യം എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ എഴുതാം. ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ എന്താണ്, ഒരാൾ 1,00,000 ഒരാൾ 40,000 ആണ്. അപ്പോൾ ഈ 4 സീറോ രണ്ടൊന്നും കട്ട് ചെയ്ത് പോയ ബാക്കി എന്തുണ്ടാവും, 10:4. 10:4 എന്ന് പറഞ്ഞാൽ 5:2 ആണ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതുപോലെ തന്നെ പ്രോഫിറ്റിൻ്റെ റേഷ്യോ എന്താ, 3:1. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 3:1 ആണ്. ഇനി ടൈമാണ് നമ്മൾ കാണേണ്ടത്. ടൈമിൻ്റെ റേഷ്യോ ആണ് എന്ത് ചെയ്താൽ മതി, നമുക്കറിയാം പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു ടൈമാണ്. അപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, പ്രോഫിറ്റ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് കിട്ടും ടൈം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, പ്രോഫിറ്റ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി. ഇവിടെ എത്രയാണ് പ്രോഫിറ്റ്, മോഹൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 3 ആണ്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 5 ആണ്. അടുത്തതോ സോഹൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ ഈ റേഷ്യോയിലാണ് വരിക. അപ്പോൾ ഈ റേഷ്യോ ആണ് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 2 ലെഫ്റ്റ് സൈഡിൽ എഴുതുക എത്രയാണ് 6, 5 × 1 റൈറ്റ് സൈഡിൽ എഴുതുക 5. അപ്പോൾ ഈ റേഷ്യോയിലാണ് എന്ത് അവരുടെ ടൈം ഉണ്ടാവുക. അപ്പോൾ നമുക്കറിയാം മോഹൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വർഷം മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ 6 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 6 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 12 മന്താണ് അല്ലേ. അപ്പോൾ 6ൻ്റെ ഡബിൾ 12 മന്ത്. അപ്പോൾ 5 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരും, 5ൻ്റെ ഡബിൾ എത്രയാണ്, 10. അപ്പോൾ മോഹൻ 12 മാസത്തേക്കും സോഹൻ 10 മാസത്തേക്കുമാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ചോദ്യം എന്താണ്, ആഫ്റ്റർ ഹൗ മെനി മന്ത്സ് ഡിഡ് സോഹൻ ജോയിൻ എന്ന് ചോദിച്ചിട്ടുള്ളത്. സോഹൻ എത്ര മാസം കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ 10 മാസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, 2 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ആര് ജോയിൻ ചെയ്തിട്ടുള്ളത്, സോഹൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. നമ്മൾ പാർട്ട്ണർഷിപ്പ് ഇവിടെ നിർത്തുകയാണ്. ഇനി അടുത്ത് എന്ത് ചെയ്യാം, നമുക്ക് പ്രോബ്ലംസ് ഓൺ ഏജസിൽ ഒരു കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. ജയ് ആൻഡ് ജോയ് ഇവരുടെ ഏജിൻ്റെ റേഷ്യോ എന്താണ്, 5:2 ആണ്. അതുപോലെ തന്നെ അവരുടെ ഏജിൻ്റെ സം എന്താണ്, 63 ആണ്. അങ്ങനെയാണ് 9 വർഷം കഴിഞ്ഞാൽ അവരുടെ ഏജിൻ്റെ റേഷ്യോ എത്രയെന്നാണ് ചോദ്യം. ഏജസിൻ്റെ പ്രോബ്ലംസിൽ നമ്മൾ 2 കൺസെപ്റ്റ് മാത്രം ആലോചിച്ചാൽ മതി. എന്താണ്, 2 പേരുടെയും ഏജ് ഡിഫറൻസ് ഒരിക്കലും എന്തില്ല, മാറില്ല. അത് 2 എയും ബിയും തമ്മിൽ ഏജ് ഡിഫറൻസ് ഇപ്പോൾ 10 വർഷമാണെങ്കിൽ 10 വയസ്സാണെങ്കിൽ അത് എത്ര വർഷം കഴിഞ്ഞാൽ അവരുടെ ഏജ് ഡിഫറൻസ് എന്തായിരിക്കും, 10 വയസ്സായിരിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ആലോചിച്ച് നോക്കുക, 2 പേർക്കും എന്തായിരിക്കും ഈക്വൽ ഏജ് വെച്ചിട്ടാണ് കൂടുക അല്ലേ. സിമ്പിൾ കൺസെപ്റ്റ് ആണ്, വലിയ ഹൈ ലെവലൊന്നും ഇല്ല. എന്താണ്, ഇപ്പോൾ 2 വർഷം കഴിഞ്ഞാൽ 2 പേർക്കും എന്താണ് 2 വയസ്സാണ് കൂടുക. ആ 2 കൺസെപ്റ്റ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ജയ് ആൻഡ് ജോയി ആണ്. ഇവരുടെ ഏജിൻ്റെ റേഷ്യോ എത്രയാണ്, 5:2 ആണ്. അപ്പോൾ നമുക്കറിയാം 5 + 2 ടോട്ടൽ 7. ഈ 7 യൂണിറ്റ് ആണെന്ത് 63 എന്ന് പറയുന്നത്. കാരണം സം ഓഫ് ദർ ഏജസ് 63 എന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 7 യൂണിറ്റ് 63 ആണെങ്കിൽ 1 യൂണിറ്റ് എത്രയാണ്, 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 9 വരും. കാരണം നമുക്കറിയാം 7 × 9 ആണെന്ത് 63. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 9 വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവരുടെ ഏജ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 1 യൂണിറ്റ് 9 ആണെങ്കിൽ 5 യൂണിറ്റ് എന്ത് കിട്ടും, 45 കിട്ടും. 2 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 2 × 9 18 കിട്ടും. ഇതാണ് അവരുടെ ഏജ്. ഇനി ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്, 9 വർഷം കഴിഞ്ഞാൽ അവരുടെ റേഷ്യോ എന്ന് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 9 വർഷം കഴിയുമ്പോൾ ജെയ്യുടെ വയസ്സ് എത്രയായി മാറും, 54 ആയി മാറും. ജോയിയുടെ വയസ്സ് 18ൻ്റെ കൂടെ 9 കൂട്ടിയാൽ 27 ആയി മാറും. 54:27 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2:1.
1 ആണ് റേഷ്യോ. അതായത് ആൻസർ ഓപ്ഷൻ ബി ആണ്. പക്ഷെ നമ്മളിവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ഏജ് ഒന്നും കണ്ടിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാം 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 9 വർഷമാണ് അല്ലേ. ഒരു യൂണിറ്റ് കൂടി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 9 വർഷം കൂടുന്ന അർത്ഥം. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്, 9 വർഷം കഴിയുമ്പോൾ എത്രയാണ് റേഷ്യോ എന്നല്ല ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇപ്പോഴത്തെ റേഷ്യോ 5:2 ആണെങ്കിൽ 9 വർഷം കഴിയുമ്പോൾ എത്രയും മാറും, നമുക്കറിയാം ഒരു യൂണിറ്റ് 9 ആണ്. അപ്പൊ രണ്ടിന്റെയും കൂടെ ഓരോ യൂണിറ്റ് കൂട്ടിയാൽ പോരെ. അപ്പൊ 5ന്റെ കൂടെ ഒരു യൂണിറ്റ് കൂട്ടിയാൽ എത്ര കിട്ടും, 6 കിട്ടും. 2ന്റെ കൂടെ ഒരു യൂണിറ്റ് കൂട്ടിയാൽ എത്ര കിട്ടും, 3 കിട്ടും. അപ്പൊ 6:3 ആയിരിക്കും അവരുടെ ഏജിന്റെ റേഷ്യോ. 6:3 എന്ന് പറഞ്ഞാൽ 2:1. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാം. ജസ്റ്റ് വെറുതെ എന്ത് ചെയ്യണ്ട, കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ 45ഉം 54ഉം 18 27 ഒന്നും കാണേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് ആ യൂണിറ്റ് തന്നെ മാറ്റിയിട്ട് എന്ത് ചെയ്യാം, 1 യൂണിറ്റ് ആണ് 9 വർഷം. അപ്പൊ അതിനനുസരിച്ചിട്ട് മാറ്റിയാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, സൂര്യ ഈസ് 25 years older than his son. In 5 years he will be twice as old as his son. What will be Surya's age after 3 years? അപ്പോൾ ആരൊക്കെയാണ്, സൂര്യ ഉണ്ട്, അദ്ദേഹത്തിന്റെ സണ്ണുണ്ട്. സൂര്യ എന്താണ്, സണ്ണിനെക്കാളും 25 വയസ്സ് കൂടുതലാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, എത്ര വർഷം കഴിഞ്ഞാൽ അവരുടെ ഏജ് ഡിഫറൻസ് എന്തായിരിക്കും, 25 ആയിരിക്കും. അപ്പൊ 5 വർഷം കഴിഞ്ഞിട്ടുള്ള അവരുടെ റേഷ്യോ നമുക്കറിയാം എത്രയാണ്. 5 വർഷം കഴിഞ്ഞാൽ സൂര്യയുടെ വയസ്സ് എന്ന് പറഞ്ഞാൽ സണ്ണിന്റെ വയസ്സിന്റെ ട്വൈസ് ആയിരിക്കും. അപ്പം സൂര്യയുടെ വയസ്സ് 2 ആണെങ്കിൽ സണ്ണിന്റെ വയസ്സ് എത്രയാണ്, 1 റേഷ്യോ ആണ്. ഇതെപ്പോഴാണ്, 5 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പൊ നമുക്കറിയാം രണ്ടുപേരുടെയും ഏജ് ഡിഫറൻസ് എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതായത് ഇവിടെ ഏജ് ഡിഫറൻസ് എത്രയാണ്, 1 യൂണിറ്റ്. ഈ 1 യൂണിറ്റ് ആണ് ഇത് 25. അപ്പൊ 2 യൂണിറ്റ് എന്ത് കിട്ടും, 50 കിട്ടും. 1 യൂണിറ്റ് എന്ത് കിട്ടും, 25 കിട്ടും. ഇതാണ് അവരുടെ ഏജസ് എപ്പോ, 5 വർഷത്തിന് ശേഷം. അപ്പൊ ശരിക്കും അവരുടെ ഏജ് എത്രയാണ്, 45. കാരണം 2 5 കുറക്കണം, 45ഉം 20 ആണെന്ത് അവരുടെ ശരിക്കുള്ള ഏജ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എന്താ കാണേണ്ടത്, സൂര്യാസ് ഏജ് ആഫ്റ്റർ 3 years, 3 വർഷത്തിന് ശേഷമുള്ള സൂര്യയുടെ ഏജ് ആണ് കാണേണ്ടത്. 3 വർഷത്തിന് ശേഷം എത്രയാണ്, 45ക്ക് 3 കൂട്ടിയാൽ 48. സൂര്യയുടെ ഏജ് മാത്രം മതി നമുക്ക്. അപ്പൊ 48 ആണെന്ത് സൂര്യയുടെ ഏജ് എന്ന് പറയുന്നത്. ഇവിടെ ഈ കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ, എന്താണ്, ഏജ് ഡിഫറൻസ് എപ്പോഴും സെയിം ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും എന്തായിരിക്കും, സൂര്യയുടെയും സണ്ണിന്റെയും ഏജ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 25 years ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റ് മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, 3 years ago the ratio of മായ ആൻഡ് ശിഖ. എല്ലാം സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, മായയുണ്ട് ശിഖയുണ്ട്. അപ്പൊ 3 വർഷം മുമ്പ് അവരുടെ ഏജിന്റെ റേഷ്യോ എത്രയാണ്, 5:9 ആണ്. അതുപോലെ തന്നെ അവരുടെ ഇപ്പോഴത്തെ റേഷ്യോ നമുക്കറിയില്ല എത്രയാണ്, x:y ആണെന്ന് വിചാരിക്കുക. ഇവരുടെ ഏജ് ഡിഫറൻസ് എത്രയാണ്, 3 വർഷം മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, 5 വർഷം കഴിഞ്ഞിട്ട് അവരുടെ റേഷ്യോ എത്രയാണ്, 3:5 ആണ്. അപ്പൊ ഇവരുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 5. ഓക്കെ, അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, നമ്മളിതുപോലെ ഈക്വൽ ആയിട്ട് എമൗണ്ട് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡിഫറൻസ് സെയിം ആക്കിയാൽ മതി. അപ്പൊ ഇവിടെ ഡിഫറൻസ് നോക്കുമ്പോൾ എന്താണ്, 5ന്റെയും 9ന്റെയും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇവിടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 ആണ്, 3ന്റെയും 5ന്റെയും. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഈ 3നെയും 5നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അവരുടെ ഡിഫറൻസ് 4 ആവും അല്ലേ. അപ്പൊ നമുക്കറിയാം ഈ 5:9 അതുപോലെ തന്നെ അവിടെ കിടക്കട്ടെ, അത് മാറ്റേണ്ട ആവശ്യമില്ല. ഈ 3നെയും 5നെയും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത റേഷ്യോ എത്രയായി മാറും, 6:10 ആയി മാറും. ഇപ്പൊ അവരുടെ ഡിഫറൻസ് എന്തായി മാറി, 2ന്റെ ഡിഫറൻസ് 4 ആയി. കാരണം 5ന്റെയും 9ന്റെ ഡിഫറൻസ് 4 ആണ്, 6ന്റെയും 10ന്റെ ഡിഫറൻസ് 4 ആണ്. അതുപോലെ തന്നെ എന്താണ്, ഇവർക്ക് ഇൻക്രീസ് ചെയ്യുന്ന യൂണിറ്റും സെയിം ആയിരിക്കും. എത്ര, 9 ഉള്ളത് 10 ആയി, 5 ഉള്ളത് 1 ആയി. അത് യൂണിറ്റ് സെയിം ആവണം, ആയിട്ടില്ലെങ്കിൽ എന്താണ്, ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണ്. അപ്പൊ ഈ 1 യൂണിറ്റ് എത്രയാന്നുള്ളത് നമ്മൾ കാണേണ്ടത്. നമുക്കറിയാം ഇപ്പോൾ ഉള്ള വയസ്സിൽ നിന്ന് 3 വർഷം മുമ്പാണെന്ത് 5:9, ഇപ്പോൾ ഉള്ള വയസ്സിൽ നിന്ന് 5 വർഷത്തിന് ശേഷമാണ് 3:5. അപ്പൊ ശരിക്കും ഏജ് ഡിഫറൻസ് എത്രയാണ്, 3 + 5 എത്രയാണ്, 8. അപ്പൊ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 8 ആണ്. നമുക്ക് എന്താ കാണേണ്ടത്, ഫൈൻഡ് ദ പ്രസന്റ് ഏജ് ഓഫ് മായയുടെ പ്രസന്റ് ഏജ് ആണ് കാണേണ്ടത്. പ്രസന്റ് ഏജ് കാണാൻ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഈ 5 യൂണിറ്റ് കാണാം, അത് 3 വർഷം മുമ്പാണ്, എന്നിട്ട് അതിന്റെ കൂടെ 3 ആഡ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 6 യൂണിറ്റ് കാണാം, എന്നിട്ട് എന്ത് ചെയ്യാം, അതിൽ നിന്ന് 5 കുറക്കുക, കാരണം അത് 5 വർഷത്തിന് ശേഷമുള്ള ഏജ് ആണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ മായയുടെ 3 വർഷം മുമ്പുള്ള ഏജ് എന്താണ്, 5 യൂണിറ്റ്. 5 യൂണിറ്റ് എന്ന് എത്ര കിട്ടും, 40 കിട്ടും. കാരണം 1 യൂണിറ്റ് 8 ആണെങ്കിൽ 5 യൂണിറ്റ് 40. അപ്പോൾ ഇപ്പോഴത്തെ ഏജ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, 40യുടെ കൂടെ ഒരു 3 ആഡ് ചെയ്താൽ മതി. കാരണം ഈ 40 എന്ന് പറയുന്നത് എന്താണ്, 3 വർഷം മുമ്പുള്ള ഏജ് ആണ്. അപ്പോൾ 43 ആണെന്ത് മായയുടെ ഏജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 6 യൂണിറ്റ് കാണാം, ഈ 6 യൂണിറ്റ് എടുത്ത് എന്ത് കിട്ടും, 48 കിട്ടും. അതിൽ നിന്ന് എന്ത് ചെയ്യാം, 5 കുറച്ചാൽ മതി. കാരണം 5 വർഷത്തിന് ശേഷമുള്ള ഏജ് ആണ് 48. അപ്പോൾ 48 5 കുറച്ചാലും എന്ത് തന്നെ കിട്ടും, 43 തന്നെ കിട്ടും. അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് എന്താ, നമുക്കിവിടെ നോക്കാം. 3 വർഷം മുമ്പ് അവരുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:9 ആണ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ, 3 വർഷം മുമ്പ് മായയുടെ ഏജ് എന്ന് പറഞ്ഞാൽ ഒരു 5ന്റെ മൾട്ടിപ്പിൾ ആണ്.
ഓക്കെ, കാരണം മായയുടെ ഏജ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ മായയുടെ ഈ പ്രസന്റ് ഏജ് ആണ് നമുക്ക് ഇവിടെ ഓപ്ഷനിൽ തന്നിട്ടുണ്ടാവുക. അതിൽ നിന്നൊരു 3 കുറച്ചാൽ ഏതാണ് 5ന്റെ മൾട്ടിപ്പിൾ കിട്ടുക നോക്കാം. അപ്പോൾ നമ്മൾ 40 3 കുറച്ച് എത്ര കിട്ടും? 37. അത് 5ന്റെ മൾട്ടിപ്പിൾ അല്ല, അപ്പോൾ എന്തായാലും വരില്ല. അതുപോലെ തന്നെ 45 നിന്ന് 3 കുറച്ച് എത്ര കിട്ടും? 42. അതും 5ന്റെ മൾട്ടിപ്പിൾ അല്ല. അതുപോലെ തന്നെ 43 3 കുറച്ച് എത്ര കിട്ടും? 40 കിട്ടും. അപ്പോൾ ഇത് പോസിബിൾ ആണ്. അതുപോലെ തന്നെ 53 3 കുറച്ചാലോ 50 കിട്ടും. അപ്പോൾ സിയും ഡിയും പോസിബിൾ ആണ്. അതുപോലെ തന്നെ അടുത്ത റേഷ്യോ എടുത്ത് നോക്കുക. ഇവിടെ എന്താ പറയുന്നത്? 5 വർഷത്തിന് ശേഷം അവരുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:5 ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം മായയുടെ പ്രസൻറ്റേജിന് ഒരു 5 കൂട്ടിയാൽ എന്ത് വേണം? ഈ 3ന്റെ മൾട്ടിപ്പിൾ കിട്ടണം. അപ്പോൾ നമ്മൾ എയും ബി ക്യാൻസൽ ചെയ്ത് ഇതിന് സിയും ഡിയും മാത്രമേ ഉള്ളൂ. ഈ സിയും ഡിൻ്റെയും കൂടെ ഒരു 5 കൂട്ടുമ്പോൾ ഏതാണ് 3ന്റെ മൾട്ടിപ്പിൾ കിട്ടുന്നത് നോക്കാം. അപ്പോൾ സി എന്താണ്? 43ന്റെ കൂടെ 5 കൂട്ടി എത്ര കിട്ടും? 48. അത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുപോലെ തന്നെ 53ന്റെ കൂടെ 5 കൂട്ടി എത്ര കിട്ടും? 58. അത് 3ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ എന്ത് പറ്റില്ല? ഡിയും പറ്റില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ സി മാത്രമേ ഇവിടെ പോസിബിൾ ഉള്ളൂ. കാരണം ഏജിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഇൻറ്റിജർ ആയിട്ട് നമുക്ക് തരുള്ളൂ. അതൊരിക്കലും ഫ്രാക്ഷനും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന റേഷ്യോയുടെ ഒരു മൾട്ടിപ്പിൾ തന്നെ ആയിരിക്കും ശരിക്കുള്ള ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? അങ്ങനെ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ പോസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയും ചെയ്ത് നോക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കാൽക്കുലേഷൻ ഒന്നിൻ്റെ ആവശ്യമില്ല. ഓപ്ഷൻ നോക്കിയിട്ട് മാത്രം 10-15 സെക്കൻഡ് കൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 6 വർഷങ്ങൾക്ക് മുമ്പ് പിയുടെയും ക്യൂയുടെ ഏജിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3:2 ആണ്. അതുപോലെ തന്നെ 4 വർഷങ്ങൾക്ക് ശേഷം ഏജിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 8:7 ആണ്. അങ്ങനെയാണെങ്കിൽ പിയുടെ ഏജ് എത്രയാണെന്ന ചോദ്യം. അപ്പോൾ നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻ അവസാനം പറഞ്ഞ ടെക്നിക്ക് വെച്ചിട്ട് ഇതൊന്നും ചെയ്ത് നോക്കാം. എന്താ പറഞ്ഞിട്ടുള്ളത്? 6 വർഷങ്ങൾക്ക് മുമ്പ് എന്താണ്? 3:2 ആണ് റേഷ്യോ. അതുപോലെ തന്നെ പിയുടെ ഏജ് ആണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പിയുടെ ഇപ്പോഴത്തെ ഏജിൽ നിന്നും എന്ത് ചെയ്യണം? 6 കുറച്ചാൽ എന്ത് കിട്ടണം? ഒരു 3ന്റെ മൾട്ടിപ്പിൾ കിട്ടും. ഇപ്പോഴത്തെ ഏജിൽ നിന്ന് 6 കുറച്ച് നോക്കുക. ഇപ്പോഴത്തെ ഏജ് 10 ആണെന്ന് വിചാരിക്കുക. 10 നിന്ന് 6 കുറച്ച് എത്രയാണ്? 4. അത് 3ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 12ൽ നിന്ന് 6 കുറച്ചു 6. അത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇത് പോസിബിൾ ആണ്. ഇതാണ് ആൻസർ നമുക്ക് പറയാൻ പറ്റില്ല. ഇത് പോസിബിൾ ആണ്. അതുപോലെ തന്നെ 40ൽ നിന്ന് 6 കുറച്ച് എത്ര കിട്ടും? 8. ഇതെന്തല്ല? 3ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ സിയും പറ്റില്ല. അതുപോലെ തന്നെ 8ൽ നിന്ന് 6 കുറക്കുക എന്ത് കിട്ടും? 2. അപ്പോൾ ഇതും 3ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ പോയി. ബാക്കി ഏത് ഓപ്ഷൻ ഏത് മാത്രമേ പോസിബിൾ ഉള്ളൂ? ഓപ്ഷൻ ബി 12 അത് മാത്രമേ ഇവിടെ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ മാത്രം നോക്കിയിട്ട് ആൻസർ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇനിയിപ്പോൾ 2 3ന്റെ മൾട്ടിപ്പിൾ വരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? അടുത്ത് നോക്കുക. അതായത് ഇതിലേക്ക് ഒരു 4 കൂട്ടിയാൽ എന്ത് കിട്ടണം? 8ന്റെ മൾട്ടിപ്പിൾ കിട്ടണം. ഏജിലേക്ക് 4 കൂട്ടിയാൽ 8ന്റെ മൾട്ടിപ്പിൾ കിട്ടണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താ? 10ക്ക് 4 കൂട്ടുമ്പോൾ 14. അത് 8ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 12ക്ക് 4 കൂട്ടുമ്പോൾ 16. അത് 8ന്റെ മൾട്ടിപ്പിൾ ആണോ? അതെ. 14ക്ക് 4 കൂട്ടുമ്പോൾ 18. അത് 8ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 8ക്ക് 4 കൂട്ടുമ്പോൾ 12. അതും 8ന്റെ മൾട്ടിപ്പിൾ അല്ല. അങ്ങനെ നോക്കിയാലും പോസിബിൾ ആയിട്ട് ഏത് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ ബി 12 മാത്രമേ ഉള്ളൂ. ഓക്കെ. അല്ലാതെ ഇതിന്റെ ഡയറക്റ്റ് മെത്തേഡ് എന്താ? നമുക്കറിയാം. പിയും ക്യൂ എടുക്കുക. എത്ര റേഷ്യോ? എത്ര? 3:2 ആണ്. അതുപോലെ തന്നെ 4 വർഷങ്ങൾക്ക് ശേഷം എത്രയാണ്? 8:7 ആണ്. അപ്പോൾ നമുക്കറിയാം ഈ 3:2 എന്ന് പറയുന്നത് 6 വർഷം മുമ്പാണ്. ഈ 8:7 എന്ന് പറഞ്ഞാൽ 4 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് എത്ര വരും? 10 വരും. 10 ഇയേഴ്സ് വരും. അപ്പം ഈ 5 യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 10 ഇയേഴ്സ് ആണ്. അതായത് 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 2 ആണ്. നമുക്ക് എന്താ കാണേണ്ടത്? പിയുടെ ഇപ്പോഴത്തെ എന്താണ്? പിയുടെ ഇപ്പോഴത്തെ ഏജ് ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പിയുടെ ഈ 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 വർഷം മുമ്പാണ്. അപ്പോൾ 1 യൂണിറ്റ് 2 ആണെങ്കിൽ നമുക്ക് 3 യൂണിറ്റ് ആയിരിക്കും എന്ത്? 6 ഇയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ഈ 3ന്റെ കൂടെ ഒരു 3 യൂണിറ്റ് കൂട്ടി എന്ത് കിട്ടും? ഇപ്പോഴത്തെ ഏജ് കിട്ടും. അതാണ് 6 യൂണിറ്റ്. 6 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 12 കിട്ടും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 8 നോക്കുക. 8 എന്ന് പറഞ്ഞാൽ 4 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 4 വർഷം കുറച്ചാൽ മതി. അപ്പോൾ 4 വർഷം കുറക്കണമെങ്കിൽ എത്ര യൂണിറ്റ് കുറച്ചാൽ മതി? 2 യൂണിറ്റ് കുറച്ചാൽ മതി. അപ്പോഴും എന്ത് കിട്ടും? 6 യൂണിറ്റ് തന്നെ കിട്ടും. 6 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 12. ഓക്കെ. അപ്പോൾ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. വെറൈറ്റി ഒന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയിട്ട് തോന്നും. പക്ഷേ വളരെ സിമ്പിൾ ആയിട്ട് ഒറ്റ സ്റ്റെപ്പിൽ 10-20 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താ പറയുന്നത്? 2 സിസ്റ്റേഴ്സിന്റെ ഏജിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 4 ഇയേഴ്സ് ആണ്. അതുപോലെ തന്നെ ഫാദറിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ 54 ആണ്. ഫാദർ എന്ന് പറഞ്ഞാൽ മദറിനെക്കാളും 2 ഇയേഴ്സ് കൂടുതലാണ്. അതുപോലെ തന്നെ യങ്ങർ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ മദറിന്റെ ഏജിന്റെ ഹാഫ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള ഓരോന്നോരോന്ന് നോക്കുക. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ളത് ഫാദറിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ 54 ആണ്. അതുപോലെ തന്നെ മദറിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ എന്താ? മദർ ഫാദറിനെക്കാളും 2 വർഷത്തിന് ഇളയതാണ്. കാരണം ഫാദറാണ് മൂത്തത്. അപ്പോൾ മദർ എന്ന് പറയുമ്പോൾ എത്ര വരും? 52 വരും. അതുപോലെ തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? യങ്ങർ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് മദേഴ്സ് ഏജ് ആണ്. അപ്പോൾ യങ്ങർ സിസ്റ്ററിന്റെ ഏജ് എത്രയാണ്? മദറിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 26 വരും. അതുപോലെ തന്നെ 2 സിസ്റ്റേഴ്സിന്റെയും
ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്ര തന്നിട്ടുണ്ട് 4 ആണ് തന്നിട്ടുണ്ട്. അതിൽ യങ്ങർ സിസ്റ്റർ 26 ആണെങ്കിൽ അപ്പോൾ എൽഡർ സിസ്റ്റർ എന്തായിരിക്കും 26ന്റെ കൂടെ 4 കൂട്ടി അത്ര കിട്ടും 30 കിട്ടും. നമ്മുടെ ഈ എൽഡർ സിസ്റ്ററിന്റെ ഏജ് അല്ലേ ചോദിച്ചിട്ടുള്ളത്, അപ്പോൾ 30 ആണ് ആൻസർ വരിക. ക്വസ്റ്റ്യൻ കൺഫ്യൂസിംഗ് ആണെന്നുള്ളൂ, വളരെ സിമ്പിൾ ആയിട്ട് ഉത്തരം ചെയ്യാം. അതേപോലെ തന്നെ സെയിം മോഡലായിട്ട് വേറെ ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. അത് കഴിഞ്ഞിട്ട് അതും കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ ടോപ്പിക് കൂടെ നിർത്താം. എന്താണ് ഇവിടെ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഏജസ് ഓഫ് മദർ ആൻഡ് സൺ 21 ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു നോക്കാം. അതുപോലെ തന്നെ മദറിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ 43 ആണ്. ഫാദർ എന്ന് പറഞ്ഞാൽ 3 years എൽഡർ ആണ് മദറിനെക്കാളും. അങ്ങനെ നമുക്ക് ഓരോ നോക്കാം. എന്താണ് മദറിന്റെ ഏജ് തന്നിട്ടുണ്ട്, എത്രയാണ് മദറിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ 43 ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മദറും സണ്ണും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞാൽ 21 ആണ്. അപ്പോൾ സണ്ണിന്റെ ഏജ് എത്ര വരും, ഈ 43 21 കുറച്ച് എത്ര കിട്ടും 22 കിട്ടും. അപ്പോൾ ഫാദർ എന്താണ്, ഫാദർ ഈസ് 3 years എൽഡർ ടു മദർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫാദറിന്റെ ഏജ് എത്ര കിട്ടും, മദർ 43 ആണെങ്കിൽ അതിനെ കൂടെ 3 കിട്ടും, എത്ര കിട്ടും 46 കിട്ടും. ഇനി എന്താ ക്വസ്റ്റ്യൻ എന്ത് ചോദിച്ചിട്ടുള്ളത്, വാട്ട് വിൽ ബി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഏജസ് ഓഫ് സൺ ആൻഡ് ഫാദർ. സണ്ണിന്റെയും ഫാദറിന്റെയും ഏജ് ഡിഫറൻസ് എപ്പോൾ, ഫാദറിന് 50 year ആകുമ്പോൾ. ഓക്കെ, ഫാദറിന് 50 വയസ്സാകുമ്പോൾ രണ്ടുപേരുടെ ഏജ് ഡിഫറൻസ് എത്രയാണെന്നാ ചോദ്യം. അപ്പോൾ നമ്മൾ 50 വർഷമോ 100 വർഷമോ അല്ല 100 വയസ്സോ 70 വയസ്സോ 80 വയസ്സോ എത്ര വയസ്സായാലും ഏജ് ഡിഫറൻസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതിന് നമ്മൾ 50 വയസ്സൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അവരുടെ ഏജ് ഡിഫറൻസ് എത്രയാണ്, സണ്ണ് 22 ആണ്, ഫാദർ 46 ആണ്. ഏജ് ഡിഫറൻസ് എത്ര 24 years ആണ്. ഈ ഡിഫറൻസ് തന്നെ ആയിരിക്കും എന്ത്, അവർക്ക് എത്ര വർഷം കഴിഞ്ഞാലും അവരുടെ ഏജ് ഡിഫറൻസ് എന്തായിരിക്കും 24 years ആയിരിക്കും. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഒരു 50 years നമ്മൾ കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ 50 years ആകുമ്പോഴും അവരുടെ ഏജ് ഡിഫറൻസ് എത്ര ആയിരിക്കും 24 തന്നെ ആയിരിക്കും. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് വരിക. അത്രയൊക്കെ തന്നെയുള്ളൂ എന്ത്, ഏജസിലും പാർട്ണർഷിപ്പിലൊക്കെ ഹൈ ലെവലായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചോദിച്ചിട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടില്ല. ഈ ഒരു ലെവൽ ആദ്യം നിങ്ങൾ നോക്കി തീർത്തതിന് ശേഷം മാത്രം ഹൈ ലെവൽ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. റേഷ്യോ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി അടുത്ത് വേറെ ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ത് എക്സാമിനൊക്കെ ചോദിക്കുന്നത്. എല്ലാവരും നല്ല ട്രിക്കുകൾ ഇതുവരെ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് പഠിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.